വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖമല്ലേ? ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ഞാനിട്ട വീഡിയോസ് കാണുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും അത് മനഃപ്പാഠമാക്കി കാണും. ഇനിയുള്ളതും പറയുന്ന കാര്യങ്ങൾ മനഃപ്പാഠമാക്കുക. അത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അത് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അവരെ അത് മനഃപ്പാഠമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോഴേ അത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിക്കും. അതായത് അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കിടക്കാൻ പോകുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചൊല്ലിക്കിടക്കണം എന്നുള്ളതാണ്. പലരും ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് പെട്ടെന്ന് ഊണം കഴിഞ്ഞ് ഒന്ന് കിടന്നാൽ കൊള്ളാം എന്നും പറഞ്ഞാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ബെഡ്റൂമിൽ പോകുമ്പോഴും ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട്. അതിലൊന്നാണ് ഉളു എടുക്കുക എന്നുള്ളത്. കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉളു എടുക്കണം. ഉളു എടുക്കുന്നതിന് മുമ്പ് കൊണ്ട് മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കണം. ചുമ്മാ ബ്രഷ് ഇട്ടൊന്ന് പല്ല് തേക്കുക. അതൊരു സുന്നത്താണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സുന്നത്തിൽ പെടുന്നതാണ്. നമ്മൾ ഫർദിൻ്റെ കൂടെ സുന്നത്തോടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതിൽ ഒരുപാട് ഹെയർ ചെയ്യും. ഇരുലോക ജീവിതത്തിൽ നമുക്ക് അത് ഗുണം ചെയ്യുന്നതാണ്. അത് ഉളു എടുക്കുന്നതിന് മുമ്പ് 5 നേരം ഉളു എടുത്താലും നമ്മൾ എപ്പോൾ ഉളു എടുത്താലും ശരി, ഉളു എടുക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക. അത് സുന്നത്തിൽപ്പെട്ടതാണ്. മുത്തുനബി ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. കിടക്കുന്നതിന് മുമ്പ് പല്ല് തേക്കുക, എന്ന് പുറകെ നമ്മൾ ഉളു എടുക്കുക. ഉളു എടുത്തതിന് ശേഷം വേണം നമ്മൾ വന്ന് കിടക്കാൻ വരാൻ. കിടക്കാൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ദിക്റുകളുണ്ട്. കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ദിക്റുകളുണ്ട് ചൊല്ലാനായിട്ട്. റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് അതെല്ലാം നമ്മൾ ചൊല്ലണം. അതെല്ലാം ഞാൻ പറയണം. ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ അങ്ങോട്ട് പോകുമ്പോൾ ചൊല്ലുന്ന ആ ദിക്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അതറിയാൻ വയ്യാത്തവർ അത് മനസ്സിലാക്കണം, കാണാതെ പഠിക്കണം. അത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ നിത്യേന അത് കൊണ്ടുവരണം. നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരെയും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെ കിടക്കാൻ കയറുന്നത്, കൊച്ചുകുഞ്ഞുങ്ങൾക്ക് ഉച്ചിരി തൊട്ടേ നിങ്ങൾക്കത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പെട്ടെന്ന് മനഃപ്പാഠമാക്കും. അതായത് അന്നേരം അവർക്ക് പിന്നീട് അത് മറന്നു പോകത്തില്ല. അത് ചൊല്ലിയിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിനൊരു വാക്കത്തുണ്ട് നമ്മുടെ ആ കിടത്തത്തിന് തന്നെ. അത് ചൊല്ലുന്ന ദിക്റെന്ന് പറഞ്ഞാൽ ബിസ്മിക്ക അല്ലാഹുമ്മ അമൂതു വ അഹിയ. എന്താണ്? അറിയാൻ വയ്യാത്തവർ ഒരു ഡയറി എടുത്ത് അത് എഴുതി വെക്കുക. ഞാൻ ഒരു ചെറിയ ക്ലാസ് പോലെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് പറഞ്ഞു തരുന്നത്. അത് പഠിക്കുക. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ അത് നിങ്ങൾ പഠിക്കുക. അറിയാൻ വയ്യാത്തത് ഡയറി എടുത്ത് വെച്ച് എഴുതി വെച്ചിട്ട് അത് ഒഴിവ് സമയങ്ങളിൽ എടുത്ത് വെച്ച് പഠിക്കുക. പഠിച്ചിട്ട് അത് ജീവിതത്തിൽ കൊണ്ടുവരിക, നിത്യേന കൊണ്ടുവരണം. അതിക്കൽ എന്താന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. ബിസ്മിക്ക അല്ലാഹുമ്മ അമൂതു വ അഹിയ. അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എന്നാണ് ആ ഒരു വാക്കിൻ്റെ, ഒരു ദിക്റിൻ്റെ അർത്ഥം. നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന എഴുന്നേൽക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. എല്ലാം അല്ലാഹു ലയിപ്പിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറക്കത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട മര്യാദകളൊക്കെ ദിക്റുകളും സലാത്തുകളും ദിക്റുകളും ഒക്കെ ചെല്ലിയതിന് ശേഷം ശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ കിടന്നുറങ്ങിയാൽ അത് ഏറ്റവും വലിയ ഹയറാണ് നമ്മുടെ മരണത്തിൽ. അറിയാൻ വയ്യാത്തൊരിത് പഠിക്കുക,
ജീവിതത്തിൽ കൊണ്ടുവരിക. ഇത് ഞാൻ തരുന്ന ഈ അറിവുകൾ എല്ലാവർക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റുള്ളവരിലൂടെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഒന്ന് തുടങ്ങി ആദ്യം ആ തുടക്കമോ ഇത് കേൾക്കാൻ രസമില്ല, വലിയ അറിവുള്ള ആളല്ലേ ഇത് പറയുന്നത് എന്നും തന്നെ ഇത് തട്ടിക്കളയാതെ ഇത് ഫുള്ളായിട്ടും പൂർണ്ണമായിട്ടും ഉമ്മമാരും പപ്പമാരും സഹോദരന്മാരും എല്ലാവരും കേൾക്കുക. എന്നിട്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ഇത് പഠിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളൊരു അറിവ് പഠിച്ചു, അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ അത് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, റബ്ബിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും സുഖമല്ലേ? മറ്റു വീഡിയോകളൊക്കെ ഞാൻ ഇട്ടത് കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അല്ലാഹു എല്ലാവർക്കും ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും, വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു തട്ടിക്കളഞ്ഞ് നമ്മളെ സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, ഇതുകൊണ്ട് നിർത്തിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.